മനീഷ്, കഴിഞ്ഞ തവണ കനൽ ഒരു തരി നിലനിർത്തിയ ആലപ്പുഴ ഇത്തവണ കൈവിട്ടു പോയി. AM ആരിഫ് പരാജയപ്പെട്ടിരിക്കുന്നു. പക്ഷേ ശോഭാ സുരേന്ദ്രൻ നല്ല രീതിയിൽ അവിടെ വോട്ട് പിടിച്ചിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ശോഭാ സുരേന്ദ്രൻ എനിക്ക് തോന്നുന്നു ഉന്മേഷ് എവിടെ മത്സരിച്ചാലും നല്ല രീതിയിൽ വോട്ട് പിടിക്കുന്നു എന്നുള്ളതാണ് ചരിത്രം പരിശോധിച്ചാൽ. അപ്പോൾ ആലപ്പുഴയിലും ആ തരത്തിലേക്ക് അവർ ചരിത്രം തിരുത്തി കുറിച്ചിരിക്കുന്നു. BJP സ്ഥാനാർത്ഥി എന്ന നിലയിൽ KC വേണുഗോപാലിന്റെ വിജയം ഇപ്പോൾ ഈ ഘട്ടത്തിൽ അവിടെ നിന്ന് വരുന്ന പ്രതികരണങ്ങൾ എങ്ങനെയൊക്കെയാണ്? അനുജ, ഉന്മേഷ്, നിലവിൽ KC വേണുഗോപാലിൻ്റെ വിജയം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. വോട്ട് 4 ലക്ഷത്തിലേക്ക് അടുക്കുകയാണ്. ഒപ്പം തന്നെ 62,000 ഭൂരിപക്ഷം എത്തി. KC വേണുഗോപാലിനെ സംബന്ധിച്ചും KC വേണുഗോപാൽ ഇത് ആലപ്പുഴ മണ്ഡലത്തിൽ ലഭിക്കുന്ന റെക്കോർഡ് ഭൂരിപക്ഷമാണ്. കഴിഞ്ഞ തവണ അദ്ദേഹം മത്സരിച്ച സമയത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്ന 52,000 ആയിരുന്നു അദ്ദേഹത്തിന് ഉയർന്ന ഭൂരിപക്ഷം. അത് 10,000-ലധികം വോട്ടുകളിലേക്ക് എത്തി. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരിഫിന് ഒരു സമയത്തും ലീഡ് ലഭിച്ചില്ല എന്നുള്ളതാണ്. ആലപ്പുഴയിൽ ഒരു സമയത്ത് ശോഭാ സുരേന്ദ്രന് പോലും ഒരു 15 മിനിറ്റോളം സമയം ലീഡ് ലഭിച്ചെങ്കിൽ ഇവിടെ AM ആരിഫിന് ഒരു മണ്ഡലത്തിലും ലീഡ് ലഭിച്ചില്ല. പ്രധാനമായും കഴിഞ്ഞ തവണ ആരിഫിനെ വിജയിപ്പിച്ച ചേർത്തല, കായംകുളം തുടങ്ങിയിട്ടുള്ള CPMന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും വലിയ വിള്ളലുണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എക്കാലത്തും പാർട്ടിക്കൊപ്പം നിൽക്കുന്ന കായംകുളത്ത് പാർട്ടി, അതായത് CPMന് LDFന്റെ വോട്ട് മൂന്നാമത് പോയി. അവിടെ അടക്കം രണ്ടാമത് NDA എത്തി. ഒപ്പം തന്നെ ഹരിപ്പാട് മണ്ഡലത്തിലടക്കം ഈ 3-ാം സ്ഥാനത്തേക്ക് LDF പോകുന്ന കാഴ്ചയുണ്ടായി. അത്തരത്തിൽ വലിയ വീഴ്ച അല്ലെങ്കിൽ വലിയ തിരിച്ചടി CPMന് ജില്ലയിൽ ഈ മണ്ഡലത്തിൽ നേരിടേണ്ട സാഹചര്യമുണ്ട്. ആരിഫിനെ സംബന്ധിച്ച് ഇത് ആദ്യ പരാജയമാണ്. ആദ്യം 2006-ലാണ് ഗൗരിയമ്മയെ തോൽപ്പിച്ചുകൊണ്ട് KR ഗൗരിയമ്മയെ തോൽപ്പിച്ചുകൊണ്ടാണ് ആരിഫ് പാർലമെന്ററി രംഗത്തേക്ക് വരികയും പിന്നീട് തുടർച്ചയായി 3 വർഷം MLA ആയി നിൽക്കുകയും 2019-ൽ കനൽ ഒരു തരി എന്ന രീതിയിൽ രാജ്യശ്രദ്ധയെ ആകർഷിക്കുന്ന രീതിയിൽ ആരിഫ് ആലപ്പുഴയിൽ നിന്നും ജയിച്ച് മുന്നേറി. പക്ഷേ ഇവിടെ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം, രാഷ്ട്രീയ നിരീക്ഷകരടക്കം വിചാരിച്ചിരുന്നത് ശോഭാ സുരേന്ദ്രൻ പിടിക്കുന്ന വോട്ടുകളൊക്കെയും KC വേണുഗോപാലിൻ്റെ വോട്ടുകളായിരിക്കും. അതൊരു സവർണ നിലയിലുള്ള കുറേ വോട്ടുകൾ, ഈഴവ വോട്ടുകളൊക്കെ തന്നെ പിടിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇവിടെ കൃത്യമായി പാർട്ടിക്ക് ഈഴവ, ഒപ്പം തന്നെ മുസ്ലിം, ധീവര, ലത്തി നോട്ടുകളൊക്കെ തന്നെ കൃത്യമായി പെട്ടിയിലാകും എന്ന് വിചാരിച്ച വോട്ടുകളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. 3 ലക്ഷത്തോട് അടുക്കാറായി ശോഭാ സുരേന്ദ്രൻ്റെ വോട്ട്. അത് ചരിത്രത്തിൽ ആദ്യമാണ്. കഴിഞ്ഞ തവണ KS രാധാകൃഷ്ണൻ 1,87,000 വോട്ട് ആലപ്പുഴ മണ്ഡലത്തിൽ BJP NDA ഉയർത്തിയെടുത്ത സമയത്ത് അതിന് മുൻപേ ഉള്ള മത്സരങ്ങളിലൊക്കെ തന്നെ 50,000 കടക്കാത്ത തരത്തിലുള്ള രീതിയിലായിരുന്നു വോട്ടുകൾ ഇവിടെ ഉണ്ടായിരുന്നത്. അതാണ് ഇപ്പോൾ 1,87,000. പിന്നീട് ശോഭാ സുരേന്ദ്രൻ എത്തി 3 ലക്ഷത്തോട് അടുക്കുന്നത്. പാർട്ടി ഇവിടെ ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായി എന്ന് മനസ്സിലാക്കുന്നത് ചേർത്തല നിയോജക മണ്ഡലത്തിലാണ്. കഴിഞ്ഞ തവണ AM ആരിഫിന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന മണ്ഡലം ചേർത്തല മണ്ഡലമാണ്. ചേർത്തല മണ്ഡലത്തിൽ അവർ വിചാരിച്ചതിൻ്റെ അത്രയും പോലും വോട്ട് എത്തിക്കാനായിട്ടില്ല. പിന്നീട് ആലപ്പുഴ നിയോജക മണ്ഡലത്തിൽ, പ്രത്യേകിച്ച് ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിൽ 50 വാർഡുകളാണുള്ളത്. അമ്പലപ്പുഴ മണ്ഡലം ആലപ്പുഴ മണ്ഡലവുമായി വിഭജിക്കപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ ആലപ്പുഴയിലും അമ്പലപ്പുഴ, പ്രത്യേകിച്ചും കഴിഞ്ഞ തവണ ഷാനിമോൾ ഉസ്മാന് 66 വോട്ടുകൾ മാത്രം ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ആലപ്പുഴ നിയോജക മണ്ഡലത്തിൽ ഇപ്രാവശ്യം 20,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായി. ഒപ്പം തന്നെ അമ്പലപ്പുഴയിൽ HSLAM MLA ആയിട്ടുള്ള അമ്പലപ്പുഴ മണ്ഡലത്തിൽ 12,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം UDF സ്ഥാനാർത്ഥിയായ KC വേണുഗോപാൽ. രാജ്യസഭാ MP സ്ഥാനം നിലനിൽക്കെയാണ് ഇങ്ങോട്ട് മത്സരിക്കാൻ വന്നത്. അതിലൊക്കെ അന്ന് വലിയ വിമർശനം CPMന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായതാണ്. ഇനിയിപ്പോൾ MP സ്ഥാനം നഷ്ടപ്പെടുത്തിയാൽ അത് ആർക്ക് ഗുണം ചെയ്യുമെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അന്ന് അവർ ഉയർത്തിയതുമാണ്. നിലവിലെ സാഹചര്യത്തിൽ ഇനിയിപ്പോൾ അതിനൊക്കെയുള്ള പ്രസക്തി ഉണ്ടോ അത്തരം വിമർശനങ്ങൾക്ക്? അനുജ, ഇത്തരത്തിലുള്ള അനുജ പറഞ്ഞതുപോലുള്ള വലിയ വിമർശനങ്ങളൊന്നും ഉണ്ടായിരുന്നു. രാജസ്ഥാനിലെ MP സ്ഥാനം രാജിവെച്ചു കൊണ്ടുവരുന്നതിൽ രാഷ്ട്രീയ ധാർമ്മികത എന്താണെന്ന തരത്തിലുള്ള വലിയ വിമർശനം ഉണ്ടായിരുന്നു. പക്ഷേ മൊത്തത്തിലാകെ ഒരു NDA വിരുദ്ധത, BJP വിരുദ്ധത ജില്ലയിൽ പ്രകടമായിരുന്നു. അതിൻ്റെ ഭാഗമായി മൊത്തത്തിൽ സംസ്ഥാനത്തുള്ള ഒരു UDF തരംഗത്തിൻ്റെ ഭാഗമായി കൂടിയാണ് ആലപ്പുഴയിലും AM ആരിഫിന് ഇത്തരത്തിലുള്ള തിരിച്ചടി ഉണ്ടായിട്ടുള്ളത്. എങ്കിൽ കൂടി ശക്തി കേന്ദ്രങ്ങളിൽ, അതായത് കൃത്യമായി കേഡർ വോട്ടുകൾ രേഖപ്പെടുത്തുന്ന സ്ഥലമാണ് ചേർത്തല, കായംകുളം തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ കൃത്യമായ വോട്ടുകളുണ്ട്. പുന്നപ്ര, വയലാർ തുടങ്ങിയ മാരാരിക്കുളം തെക്ക് പഞ്ചായത്ത് തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെ പാർട്ടിക്ക് കൃത്യമായ വോട്ടർ ഉള്ളതാണ്. പാർട്ടി അനുഭാവികളായിട്ടുള്ള ആളുകളുള്ളതാണ്. അവിടെയൊക്കെ തന്നെ ഓരോ ബ്രാഞ്ച് തലത്തിലടക്കം ഓരോ ചോദ്യങ്ങളൊക്കെ സ്വാഭാവികമായും ഉയരും. LDF ക്യാമ്പിലെ വോട്ട് ചോർച്ച അത് വരും ദിവസങ്ങളിൽ ചർച്ചയാകും, പരിശോധിക്കുമെന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. മലപ്പുറത്ത് നിന്ന് വരുന്ന വാർത്ത, അവിടെ ET മുഹമ്മദ് ബഷീറിന്റെ ഭൂരിപക്ഷം UDF സ്ഥാനാർത്ഥിയാണ്. 3 ലക്ഷം കടന്നിരിക്കുന്നു എന്നുള്ള വാർത്ത ഇപ്പോൾ ഷഹീദ് റഹ്മാൻ റിപ്പോർട്ട് ചെയ്യുന്നു. നിലവിലില്ല എന്നുള്ളതിൽ ഉറച്ചു നിൽക്കുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി. പക്ഷേ അത് പരിശോധിക്കുമെന്ന് കൂടി പറയുന്നു.